കുറച്ച് നിമിഷം എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. രുദ്രൻ പെട്ടെന്ന് ടേബിൾ ലാമ്പിട്ടു. പേടിച്ചിരിക്കുന്ന ദച്ചുവിനെയാണ് അവൻ കണ്ടത്. ദക്ഷി, അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് വിളിച്ചു. ദേവേട്ട, ശിവ, കണ്ണൻ. അവൾ എന്തൊക്കെയോ കൂട്ടിപ്പെറുക്കി പറയാൻ തുടങ്ങി. ഒന്നുമില്ലടാ, സാരമില്ല, അത് വെറൊരു സ്വപ്നമല്ലേ. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവനിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇരുന്നതും അവൾക്ക് സംശയം തോന്നി. ദേവേട്ടനറിയുവോ, ഞാനും നീ കാണുന്ന സ്വപ്നം ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ സ്വപ്നം കണ്ടതും തിരുമേനിയുടെ അടുത്ത് പോയതും തിരുമേനി പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവളെല്ലാം കേട്ട അത്ഭുതത്തോടെ അവനെ നോക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ പുനർജന്മങ്ങളാണോ ദേവേട്ട? എനിക്കിതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. എനിക്കും ഇല്ലായിരുന്നടി, പക്ഷെ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. അത് സാരമില്ല കേട്ടോ, വിട്ടേക്ക്, നീ ഉറങ്ങിക്കോ. ദേവേട്ടൻ എവിടെ പോവുക? അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വെറുതെ ബാൽക്കണിയിൽ, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. സിഗരറ്റ് എടുക്കാൻ പോകുമല്ലേ? അവൾ പുരികം പൊക്കി കുറുമ്പോട് ചോദിച്ചു. ഒരെണ്ണം പ്ലീസ്. വേണ്ട, ഇവിടെ കിടന്നാൽ മതി, എനിക്ക് ഈ നെഞ്ചി കിടക്കണം. അവളെ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു. അവൻ കട്ടിലേക്ക് കിടന്നുകൊണ്ട് അവളെ പുതപ്പിച്ച് അവനോട് ചേർത്ത് പിടിച്ചു. രാവിലെ ദച്ചുവാണ് ആദ്യം എഴുന്നേറ്റത്. അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിടുക്കിൽ മുഖമമർത്തി കിടക്കുകയാണ് അവൻ. അവൾ പുതുപ്പ് മാറ്റി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു. ദേവേട്ട, ചുമ്മാ കളിക്കല്ലേ, വിട്ടേ. അവൾ ബലമായി അവൻ്റെ കൈകൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അടങ്ങിക്കിടക്ക് പെണ്ണേ, രാവിലെ നീ എവിടെ എഴുന്നേറ്റ് പോകുക? അടുക്കളയിൽ പോകണ്ടേ? അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ തലയുയർത്തി നോക്കി. എവിടെ പോവാന്ന്? അടുക്കളയിൽ അമ്മയും തുളസി ആൻറ്റിയൊക്കെ സഹായിക്കണ്ടേ? ഇത്രയും ദിവസം അങ്ങനെയല്ലായിരുന്നല്ലോ. ഞാൻ വിളിക്കുമ്പോഴല്ലേ നീ ഉണരുന്നത്? അതന്നല്ലേ, ഇന്ന് ഞാൻ ദേവേട്ടൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ നീ അന്നെൻ്റെ ആരായിരുന്നു? ഭാര്യ തന്നെ അല്ലായിരുന്നോ? അത് ലീഗലി ആയിരുന്നില്ലല്ലോ, ഇപ്പം ലീഗലി ആണല്ലോ. തന്നെയല്ല, ലച്ചു ഇപ്പോൾ അടുക്കളയിൽ ചെന്ന് കാണും. അവൾ ഉത്തമ പെൺകുട്ടിയല്ലേ, അപ്പം ഞാൻ ചെന്നില്ലെങ്കിൽ മോശമല്ലേ? ഓ ചുമ്മാതല്ല, അങ്ങനെ പറ. ലച്ചു ചെല്ലുമ്പോൾ നീ ചെന്നില്ലെങ്കിൽ കുറച്ചിലായാലോ അല്ലേടി? അവൻ അവളുടെ നഗ്നമായ വയറിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു. അടങ്ങിയിരിക്കും ദേവേട്ട, ഒന്നാമത് എല്ലാവരും കടിച്ചു വെച്ചേക്കുക പട്ടി. അതിൻ്റെ കൂടി ഇനി പിച്ചി വേദനിപ്പിക്കും ദുഷ്ട. നീയോട്ടും മോശമല്ല. ഇത് കണ്ടോ, ഇതെന്താടി പട്ടി, 32 പല്ലും ഉണ്ട്. അവൻ അവൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്തിനാ ഞാൻ തന്നത്? വഷളത്തരം പറഞ്ഞിട്ടല്ലേ? നിനക്ക് കാണിക്കാം, ഞാൻ പറയുന്നതിനാ കുറ്റം അല്ലേടി? അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൾ കടിച്ചെടുത്ത് ചുംബിച്ചു. അവൻ ചിരിയോടെ പുതപ്പെടുത്ത് പുതച്ചുകൊണ്ട് അവളിലേക്ക് അമർന്നിരുന്നു. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ ചുംബിച്ചുണർത്തി. എടി ലച്ചു, ലച്ചു. കാശി അവളെ തട്ടി വിളിച്ചു. പോ അമ്മ, എനിക്ക് അവധിയാ, കുറച്ചുകൂടി ഉറങ്ങട്ടെ, ഭയങ്കര ക്ഷീണം. അവൾ ഉറക്കത്തിൽ എന്ന പോലെ പറഞ്ഞു. നീ ഇന്നലെ രാത്രി കിളക്കാൻ പോയോ ഇത്ര ക്ഷീണം വരാൻ? എൻ്റെ ഫസ്റ്റ് നൈറ്റ് പോലും കൊളാക്കിയിട്ട് സുഖിച്ചിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ പിച്ചി. അമ്മേ. അവൾ അവിടെ തടവിക്കൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ ചുറ്റിനും നോക്കിയിട്ട് കാശിയെ നോക്കി ഇളിച്ചു കാണിച്ചു. എൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു അല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, ചെറുതായിട്ട് ഞാൻ ഇന്നലെ ഒന്ന് കെട്ടിയായിരുന്നു. അവനും കപടദേഷ്യത്തോടെ പറഞ്ഞു. സോറി കാശിയേട്ടാ, ഞാൻ പെട്ടെന്ന് വീട്ടിലാണെന്ന് വിചാരിച്ചു. അവൾ ചിരിയോടെ പറഞ്ഞു. ഒരു ഉത്തമയായ ഭാര്യ ചെയ്യേണ്ടത് എന്താണെന്ന് നിനക്കറിയോ? രാവിലെ എഴുന്നേറ്റ് ഭർത്താവ് എഴുന്നേൽക്കുമ്പോഴേക്കും ചായയായിട്ട് വന്ന് മുമ്പിൽ നിൽക്കണം. കുളിച്ച് ചായയായി വന്ന് നിൽക്കുന്ന അവളെ കണി കണ്ട് വേണം ഭർത്താവ് ഉണരാൻ. അയ്യേ, ഈ കാശിയേട്ടൻ എന്തോ ഒരുമാതിരി പഴയ ആൾക്കാരെ പോലെ. ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ല കാശിയേട്ടാ, ഭർത്താവ് വേണം ഭാര്യ ഉണരുമ്പോഴേക്കും ചായയായിട്ട് വന്ന് നിൽക്കാൻ. ഇപ്പോഴത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ചായ മാത്രമല്ല ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത്. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. കാശിയേട്ടാ വേണ്ട. അവൾ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. വേണം വേണ്ട, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കൈയെത്തി അവളെ പിടിച്ച് നെഞ്ചിലേക്കിട്ടു. കാശിയേട്ടാ. എന്താടി, മാറ്, കുളിക്കട്ടെ. കുളിച്ചോ? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. അവൾക്ക് ഇക്കിളിയായതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ മാറ്റാൻ ശ്രമിച്ചു. അവൻ ചുണ്ടുകളും നാവുകളും ഉപയോഗിച്ച് അവളുടെ കഴുത്തിൽ നുണഞ്ഞു. കാശിയേട്ട വിട്, ഇക്കിളിയാകുന്നു, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കഴുത്തിൽ നിന്നും ചുണ്ടുകളെ വേർപ്പെടുത്തിക്കൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കുമ്പോൾ അവൾ നല്ലവണ്ണം കിതച്ചിരുന്നു. അവൻ ഒരു കൈകൊണ്ട് അവളെ നോക്കി മീശ വിരിച്ചതും അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് ചിരിച്ചുകൊണ്ട് അവനും താഴേക്കിറങ്ങി. ദച്ചു താഴേക്കിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കാശിയുടെ വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടത്. അവൾ ശബ്ദം കേട്ടുകൊണ്ട് നോക്കിയതും ലച്ചു ഇറങ്ങി വരുന്നതാണ് കണ്ടത്. ബെസ്റ്റ്,
നീ ഇതുവരെ താഴേക്ക് പോയില്ലായിരുന്നോ? ഇല്ലടി, ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. എന്തു പറ്റി? ഞാൻ കരുതി നീ അടുക്കളയിൽ ചെന്ന് കാണുമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചത്. ദച്ചു ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ഓ, ഇന്നലെ സാരിയൊക്കെ കൊടുത്ത് എത്ര നേരം നിന്നതാ. എനിക്കാണെങ്കിൽ ഉറക്കമൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല. ആ കാശേട്ടൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കില്ലായിരുന്നു. കൊള്ളാം, എങ്കിൽ വാ, നമുക്ക് താഴേക്ക് ഇറങ്ങാം. ദച്ചു പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു. ലച്ചുവും അവളോടൊപ്പം താഴേക്ക് ചെന്നു. ആ, മക്കൾ എഴുന്നേറ്റോ? കുറച്ചുകൂടി കിടന്നൂടായിരുന്നോ? തുളസി ചോദിച്ചു. ആരെങ്കിലും പുതുമോടികളെ കാണാൻ വരുമ്പോൾ ഞങ്ങൾ ഉറക്കമാണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ അമ്മമാർക്കല്ലേ നാണക്കേട്? ലച്ചു തുളസിയുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, നിനക്ക് ഇത്രയൊക്കെ വിവരം ഉണ്ടായിരുന്നോടി? തുളസി അവളെ കളിയാക്കി. ദേ, രാവിലെ ചൊറിയല്ലേ അമ്മായിമ്മേ, ഞാൻ പോരെടുക്കുവേ, അവൾ തമാശയ്ക്ക് പറഞ്ഞു. ഓഹോ, നീ പോരെടുക്കാൻ വാടി. എൻ്റെ ചെറുക്കൻ നീ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ കേൾക്കുന്നതെന്ന് നോക്കാം. ചെറുക്കൻ ഇന്നലത്തെ പോലെ അല്ല ഇന്ന്. ഇന്നെൻ്റെ ഭർത്താവാ. ഒരു ഭർത്താവിൻ്റെ ചുമതലയിൽ ഭാര്യയെ സഹിക്കുക എന്നുള്ളതാ. ലച്ചു വലിയ ഗമയിൽ അവരോട് പറഞ്ഞു. അപ്പോഴാണ് രുദ്രനും കാശിയും കൂടി ഇറങ്ങി വന്നത്. എന്താ രാവിലെ ഇവിടെ ഒരു ചർച്ച? രുദ്രൻ ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു. തുളസി എന്തോ പറയാൻ തുടങ്ങിയതും ലച്ചു അവരുടെ വാവുത്തി പിടിച്ചു. അതൊന്നുമില്ല രുദ്രേട്ടാ, അമ്മ പറയായിരുന്നു കാശിയേട്ടനെ നല്ലതുപോലെ നോക്കണേന്ന്. അല്ലേ അമ്മേ? അവൾ തുളസിയെ നോക്കി പറഞ്ഞതും തുളസി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആണോ ദച്ചു? കാശി ദച്ചുവിനെ നോക്കി ചോദിച്ചതും ദച്ചുവും ചിരിയോടെ തലയാട്ടി. എനിക്കിവളെ തീരെ വിശ്വാസമില്ല. കാശി ലച്ചുവിനെ നോക്കി മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. ലച്ചു അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ ആരും കാണാതെ ചുണ്ടു കൂർപ്പിച്ച് അവൾക്കൊരു ഉമ്മ കൊടുത്തു. അത് കണ്ട് അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തു. വൈകിട്ട് പിള്ളേർ സെറ്റ് എല്ലാം കൂടി ബീച്ചിൽ പോകാൻ തീരുമാനിച്ചു. ദച്ചു ഒരു ആംഗിൾ ലെങ്ത് ജീൻസും ടോപ്പും എടുത്തിട്ടുകൊണ്ട് മുടി ചീകാൻ തുടങ്ങി. കുളിച്ചിട്ടിറങ്ങിയ രുദ്രൻ കാണുന്നത് കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്ന ദച്ചുവിനെയാണ്. അവൻ പുറകിൽ കൂടി ചെന്ന് അവളുടെ വയറ്റിലേക്ക് കൈയിട്ടുകൊണ്ട് അവളുടെ തോളിൽ മുഖമൂന്നി നിന്നു. എന്താണ് മോനെ ദേവ ഒരു കള്ളച്ചിരിയൊക്കെ? അവൻ ചിരിക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു. ബീച്ചിൽ പോകണോ ദക്ഷി? നമുക്ക് ഇവിടെ ഇരുന്നാൽ പോരെ? അയ്യടാ, 24 മണിക്കൂർ ഞാൻ ഈ ബെഡ്റൂമിലിരിക്കാം. പോയി റെഡി ആയിക്കേ. അവൾ അവൻ്റെ കൈകളെ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഈ പെണ്ണ് ഒട്ടും റൊമാൻറ്റിക് അല്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളെ വിട്ടിട്ട് പോയി ഷർട്ട് എടുത്തിട്ടു. അവൻ പറയുന്നത് കേട്ട് അവൾ ചിരിച്ചു. കാശിയേട്ടാ, ഇത് നോക്കിക്കേ. ഈ ഡ്രസ്സ് വേണോ ഇത് വേണോ? ഏതെങ്കിലും എടുത്തിട്ടിട്ട് ഇങ്ങോട്ട് വാവണ്ണേ. രുദ്രനൊക്കെ ഇപ്പോൾ ഇറങ്ങിക്കാണും. എന്നാലും പറ, ഈ ബ്ലൂ വേണോ റെഡ് വേണോ? ആ ബ്ലൂ ഇട്ടുകൊണ്ട് വാ. ഓക്കെ, അപ്പോൾ കാശിയേട്ടനും ബ്ലൂ ഷർട്ട് ഇട്ടാൽ മതി. അതെന്തിന്? യൂണിഫോമോ? ആ അതെ, ഭാര്യയും ഭർത്താവും സെയിം കളറ്. പൊളിയല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യേ, അതൊക്കെ പഴയ രീതിയല്ലേടി. കാശി അവളെ കളിയാക്കി. ആ, തൽക്കാലം ഇന്ന് പഴയ രീതികൾ മതി. പോയി ഡ്രസ്സ് ചെയ്യുക. അവൾ പറഞ്ഞുകൊണ്ട് അവനെ തള്ളിവിട്ടു. അവൻ ചിരിച്ചുകൊണ്ട് ഡ്രസ്സ് മാറാൻ പോയി. കുറച്ചു കഴിഞ്ഞതും അവർ ബീച്ചിലെത്തിച്ചേർന്നു. കാശിയുടെ കൈപിടിച്ച് ലച്ചുവും രുദ്രൻ്റെ കൈപിടിച്ച് ദച്ചുവും നടന്നു. ദേവേട്ട, ഐസ്ക്രീം. ദച്ചു ഐസ്ക്രീം കട കാണിച്ചു കൊടുത്തുകൊണ്ട് അവനോട് പറഞ്ഞു. വേണോ? വേണം. അവൾ പറഞ്ഞതും രുദ്രൻ ദച്ചുവിൻ്റെ കൈയും പിടിച്ച് ഐസ്ക്രീം കടയിലേക്ക് നടന്നു. ചേട്ടാ, 2 ഐസ്ക്രീം. ദച്ചുവിന് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തുകൊണ്ട് രുദ്രൻ തിരിഞ്ഞതും പരിചിതമായി തോന്നിയ ശബ്ദം കേട്ട് അവനും തിരിഞ്ഞു നോക്കി. സ്നേഹ. അവൻ പറഞ്ഞതും ദച്ചുവും തിരിഞ്ഞ് അവളെ നോക്കി. അവളുടെ പേരാരോ വിളിക്കുന്നത് പോലെ തോന്നിയതും സ്നേഹയും തിരിഞ്ഞു നോക്കി. രുദ്രേട്ടൻ. അവൾ രുദ്രൻ്റെ അടുത്ത് നിൽക്കുന്ന ദച്ചുവിനെ നോക്കി. അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്കും അവൾ പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈയിലേക്കും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സ്നേഹ. രുദ്രൻ വിളിച്ചതും അവൾ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താ ഇവിടെ? അവൻ സംശയത്തോട് ചോദിച്ചു. എന്നെ ഇവിടെ അടുത്താ രുദ്രേട്ടാ കെട്ടിച്ചത്. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. നിന്റെ വിവാഹം കഴിഞ്ഞോ? 2 ആഴ്ച മുമ്പായിരുന്നു. സ്നേഹ, ഞാൻ രുദ്രൻ എന്തു പറയണമെന്നറിയാതെ നിന്നു. അതൊന്നും സാരമില്ല രുദ്രേട്ടാ, വിധിച്ചതേ നടക്കുള്ളൂ. നീ ഒരിക്കൽ പോലും എന്നെ വിളിച്ചില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയത്? രുദ്രൻ അവളോട് ചോദിച്ചു. അവൾ ദച്ചുവിനെ നോക്കി ചിരിച്ചു. അവൾ നോക്കുന്നത് കണ്ട് രുദ്രനും ദച്ചുവിനെ നോക്കി. ദച്ചു നല്ലോണം ഇളിച്ചു കാണിച്ചു. ദക്ഷിണൊന്നും പറഞ്ഞില്ല അല്ലേ? അവൾ ദച്ചുവിനെ നോക്കി ചോദിച്ചു. രുദ്രൻ സംശയത്തോടെ ദച്ചുവിനെ നോക്കി. അവൾ സ്നേഹയെ നോക്കി ഇല്ലെന്ന് ചുമലനക്കി. സമയം പോലെ ദക്ഷിണയോടൊന്ന് ചോദിച്ചു നോക്കൂട്ടോ, അവൾ രുദ്രനെ നോക്കി പറഞ്ഞു. രുദ്രനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എനിക്ക് രുദ്രേട്ടനോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. രുദ്രേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ രുദ്രേട്ടനെ സ്നേഹിച്ചത്. പക്ഷേ എനിക്ക് പലപ്പോഴും അത് തിരിച്ച് രുദ്രേട്ടനിൽ നിന്നും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ സ്നേഹിക്കുന്നതിൽ ഒരർത്ഥമില്ലെന്ന് എനിക്കും തോന്നി. പിന്നെ മനഃപൂർവ്വം ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. ഞാൻ മനഃപൂർവ്വം രുദ്രേട്ടനെ ഒഴിവാക്കി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ദക്ഷിണ എന്നെ കാണാൻ വന്നത്. അന്നാണ് രുദ്രേട്ടൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് ഞാൻ അറിയുന്നത്. ഒരു തരത്തിൽ അതെനിക്കൊരു സമാധാനമായിരുന്നു. ഞാൻ കാരണം രുദ്രേട്ടൻ്റെ ജീവിതം തകരുമോ
ഞാൻ രുദ്രേട്ടനെ ചതിച്ചോ എന്നൊക്കെയുള്ള എൻ്റെ ചോദ്യത്തിന് എനിക്കൊന്ന് ഉത്തരം കിട്ടി. അന്ന് ദക്ഷിണ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. രുദ്രേട്ടൻ എന്നെ സ്നേഹിച്ചതും മറ്റും ദക്ഷിണയോടുള്ള വാശിക്കാണെന്ന്. പിന്നെയാണ് ജീവൻ ചേട്ടൻ എന്നെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അങ്ങനെ ചേട്ടൻ വീട്ടിൽ വന്ന് ചോദിച്ചു. വീട്ടുകാർക്കും എതിർപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അവൾ പറയുന്നത് കേട്ട് രുദ്രൻ സംശയത്തോടെ ദച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ വീണ്ടും 32 പല്ലും കാണിച്ച് അവനെ നോക്കി ചിരിച്ചു. രുദ്രേട്ട ഹാപ്പി അല്ലേ? അവൾ രുദ്രനെ നോക്കി സംശയത്തോട് ചോദിച്ചു. ഹാപ്പിയാ. നീ ഹാപ്പി അല്ലേ? അവനും തിരികെ ചോദിച്ചു. ഒരുപാട് രുദ്രേട്ട. ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നതല്ല, സ്നേഹിക്കപ്പെടുന്നതാണ് ഭാഗ്യം. അതെനിക്ക് ഒരുപാടുണ്ട്, അവൾ ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്ക് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നിരുന്നു. ഇതാ ജീവേട്ടൻ. അവൾ രുദ്രനെ ദച്ചുവിനും അയാളെ പരിചയപ്പെടുത്തി. അയാൾ അവരെ നോക്കി ചിരിച്ചതും അവരും തിരികെ പുഞ്ചിരിച്ചു. ഇതാ ഞാൻ പറഞ്ഞ രുദ്രേട്ടനും ദക്ഷിണയും, അവൾ അവനെ നോക്കി പറഞ്ഞു. കുറേ നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പോട്ടെ രുദ്രേട്ട, ഇതാ എൻ്റെ പുതിയ നമ്പർ, സേവ് ചെയ്തോ, അവൾ അവളുടെ ഫോണിൽ നിന്നും അവൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ചിരിച്ചു. അവർ പോയതും രുദ്രൻ ദച്ചുവിനെ കൂർപ്പിച്ചു നോക്കി. ഞാനൊന്നും ചെയ്തില്ല ദേവേട്ട, സത്യം, അവൾ കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞു. വീട്ടിലോട്ട് വാടി, ഞാൻ കാണിച്ചു തരാം. അയ്യേ, എനിക്കൊന്നും കാണണ്ട, അവൾ കണ്ണു പൊത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഞാനറിയാതെ ഇത്രയൊക്കെ ചെയ്തു അല്ലേടി? അവൻ അവളുടെ ചെവിയിൽ പിടിച്ച് കിഴുക്കിക്കൊണ്ട് പറഞ്ഞു. വിട് ദേവേട്ടാ, വേദനിക്കുന്നു. ഇനി ദേവേട്ടനറിയാതെ ഒന്നും ചെയ്യൂല, സത്യം, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചെവിയിൽ നിന്നും പിടിവിട്ടു. അപ്പോഴേക്കും കാശിയും ലച്ചു അവിടേക്ക് വന്നിരുന്നു. എന്താ രുദ്ര? കാശി ചോദിച്ചതും രുദ്രൻ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ലച്ചു ആണെങ്കിൽ ദച്ചുവിനെ നല്ലോണം നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ദച്ചു, ശരിക്കും നീ അവളെ കാണാൻ പോയോ? ചെറുതായിട്ട്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ? കാശി ചോദിച്ചതും ദച്ചു കഥ പറയാൻ തുടങ്ങി. അന്ന് ദേവേട്ടൻ ആദ്യമായിട്ട് എന്നെ വാശിക്ക് കിസ് ചെയ്ത ദിവസം ഓർക്കുന്നോ? അവൾ രുദ്രനെ നോക്കി ചോദിച്ചതും അവനുണ്ടെന്നുള്ള രീതിയിൽ തലയാട്ടി. അന്ന് ശരിക്കും ദേവേട്ടൻ വാശിക്ക് ചെയ്തതാണെങ്കിലും ദേവേട്ടൻ്റെ കണ്ണുകളിൽ വാശിയോ കാമമോ ഒന്നുമല്ല ഞാൻ കണ്ടത്. എന്നോടുള്ള പ്രണയം തന്നെയായിരുന്നു. വാശിക്ക് തുടങ്ങിയത് പിന്നെ പ്രണയത്തോടെയുള്ള കിസ്സായിട്ട് മാറി. അന്ന് എനിക്ക് മനസ്സിലായി ദേവേട്ടൻ്റെ ഉള്ളിൽ എവിടെയോ ഞാനുണ്ടെന്ന്. അന്ന് ശരിക്കും ഞാൻ ആലോചിച്ചു, ദേവേട്ടനെ വേറെ ആർക്കും വിട്ടുകൊടുക്കാനോ വേണ്ടെന്ന് വെക്കാനോ എനിക്ക് പറ്റില്ലായിരുന്നു. പിറ്റേന്ന് ദേവേട്ടൻ രാവിലെ കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ ദേവേട്ടൻ്റെ ഫോൺ എടുത്ത് സ്നേഹചേച്ചിയുടെ നമ്പർ എൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്തു. ദച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി ചിരിച്ചു. കാശി ലച്ചു അടിപ്പാവി എന്നുള്ള രീതിയിൽ അവളെ നോക്കി. രുദ്രൻ കൈകെട്ടി അവളെ കപടദേഷ്യത്തോടെ നോക്കി. അവൾ ഇളിച്ചു കാണിച്ചു. ദേവേട്ടൻ പോയതിനു ശേഷം ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു. ആദ്യമൊന്നും കോൾ എടുത്തില്ല. ഒരുപാട് തവണ വിളിച്ചതിന് ശേഷമാണ് സ്നേഹചേച്ചി കോൾ എടുത്തത്. ഞാൻ സ്നേഹചേച്ചിയെ കാണണമെന്ന് പറഞ്ഞു. ആദ്യമൊന്നും വരാൻ സമ്മതിച്ചില്ല. പിന്നെ കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഒരു അവധി ദിവസം ദേവേട്ടനൊക്കെ ഓഫീസിൽ പോയപ്പോൾ അമ്മയോട് ലച്ചുവിൻ്റെ കൂടെ പോകുവാണെന്നും പറഞ്ഞിറങ്ങി. ലച്ചുവിനോട് അമ്മയുടെ കൂടെ പോകുവാണെന്നും പറഞ്ഞു. അവൾ ലച്ചുവിനെ നോക്കി പറഞ്ഞു. ലച്ചു അവളെ കൂർപ്പിച്ചു നോക്കി.